ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிறது. എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു. எத்தனை நன்மையும் எத்தனை இன்பமுமானது. അത് അഹരോന്റെ താടിയിലൂടെ ஆரோனுடைய சிரசின் மேல் ஊற்றப்பட்டு അഭിഷേക തൈലം പോലെ അത്രേ. அவனுடைய தாடியின் மேல் வடிகிறதும் அவனுடைய அங்கிலிருந்து இறங்குறதுமான நல்ல தைலத்துக்கு ஒப்பாயிருக்கிறது. അപ്പൊ അഭിഷേകം വരുന്നത് അഭിഷേകം വരുന്നത് കാല് വഴിയല്ല, കാലിൽ വഴിയാക അല്ല, തല വഴിയാണ്. തലയിലിരുന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇന്നേക്ക് ആരാധിച്ചുകൊണ്ടിരിക്കും പൊഴുത് നിങ്ങളുടെ തലയിൽ ദൈവത്തിന്റെ അഭിഷേകത്തെ അയക്കാൻ പോവുകയാണ്. உங்களுடைய தலையில தேவனுடைய அபிஷேகத்தை அவர் அனுப்ப போகிறார். ഹല്ലേലൂയ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிறது. എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്. എത്ര നന്മയും എത്ര ഇൻപവുമായിരിക്കുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലൂടെ നീണ്ടുകിടക്കുന്ന അഹരോന്റെ താടിയിലൂടെ ഒഴുകുന്ന വിശേഷ തൈലം പോലെ അത്രേ. அது ஆரோனுடைய சிரசின் மேல் ஊற்றப்பட்டு அவனுடைய தாடியிலே வடிகிறதும் அவனுடைய அங்கியின் மேல் இறங்குகிறதுமான நல்ல தைலத்துக்கும் ഇന്ന് രാത്രി അഭിഷേകം ഒഴുകട്ടെ. இந்த இரவு அபிஷேகம் ஊற்றப்படட்டும். എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, இந்த இரவு நான் பிரசங்கம் பண்ண போகிற தலைப்பு ആദ്യത്തെ 2 വചനമല്ല, முதல் 2 வசனம் அல்ல, മൂന്നാമത്തെ വചനമാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. மூன்றாவது வசனத்தை தான் இன்னைக்கு நான் உங்களுக்கு பிரசங்கம் பண்ண போகிறேன். ഈ 2 പർവ്വതത്തെ പറ്റിയാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. 2 മലകളെ കുറിച്ച് ഞാൻ உங்களுக்கு பிரசங்கம் பண்ண போகிறேன். ഹല്ലേലൂയ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന, സിയോൻ പർവ്വതത്തിൽ പെയ്യപ്പെടുகிற ഇറങ്ങുகிற ഹെർമോന്യ മഞ്ഞ് പോലെയാകുന്നു. ആമേൻ. ഹെർമോനിൻ പനിയെ പോൽ இருக்கிறது. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സിയോൻ പർവ്വതം ആര്? സിയോൻ പർവ്വതം യാർ? ഹെർമോൻ പർവ്വതം ആര്? ഹെർമോൻ പർവ്വതം യാർ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിയോൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതം. സിയോൻ പർവ്വതം അത് ദേവ പർവ്വതം. എന്നാൽ ദൈവത്തിന്റെ പർവ്വതത്തിന് വിരോധമായി നിൽക്കുന്ന മറ്റൊരു പർവ്വതത്തിന്റെ പേരാണ് ഹെർമോന്യ പർവ്വതം. ദേവ പർവ്വതത്തിற்கு വിരോധമായി നിൽക്കக்கூடிய വേറൊരു പർവ്വതം தான் இந்த ഹെർമോൻ പർവ്വതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാവരും நினைப்பது என்னவென்றால் സിയോൻ പർവ്വതം ഹെർമോൻ പർവ്വതം ഒരുപോലെ ആണ്. സിയോൻ പർവ്വതവും ഹെർമോൻ പർവ്വതവും ഒരേ പോലെதான், അത് ஒன்றோடு ஒன்று சேர்ந்தது என்று நினைக்கிறார்கள். കാദേശും കനാനും പോലെ എന്നാ ചിന്തിക്കുന്നത്. காதேசும் கானானை போலவும் அவர்கள் நினைத்து விடுகிறார்கள். എന്നാൽ അതുപോലെ അല്ല. அப்படி அல்ல. ഈ 2 പർവ്വതങ്ങളും, 2 மலைகளும் അടുത്തടുത്ത് നിൽക്കുന്ന പർവ്വതങ്ങളല്ല. பக்கத்து பக்கத்துல இருக்கக்கூடிய மலைகள் அல்ல. ഒരു പർവ്വതം നോർത്താണെങ്കിൽ ஒரு മലയാണത് അത് വടദിശയെ നോക്കി இருக்குமானால், ഒരു പർവ്വതം സൗത്തിലാണ് ഇരിക്കുന്നത്. ആമേൻ. இன்னொரு പർവ്വതം തെൻ ദിശയെ നോക്കി இருக்கிறது. അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തിലാണ് ഇരിക്കുന്നത്. இல்லை என்றால் ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. വടക്ക് മേற்கு இந்த ദിശയിൽ இருக்கிறது. രണ്ടിനും വലിയ ഡിസ്റ്റൻസ് ഉണ്ട്. രണ്ടുക്കും பெரிய வித்தியாசங்கள் இருக்கு. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിലും ஆனாலும் സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ്, സിയോൻ പർവ്വതത്തിലെ പെയ്യக்கூடிய அந்த പനിയാனது ഹെർമോനിൽ എങ്ങനെയാണ് കാണപ്പെട്ടത്? ഹെർമോനിൽ எப்படி വന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സിയോനിൽ പെയ്യുന്ന മഞ്ഞ് ഹെർമോനിൽ എങ്ങനെയാണ് കാണപ്പെട്ടത്? ആമേൻ. സിയോനിൽ പെയ്യപ്പെടുகிற പനിയാனது எப்படி ഹെർമോൻ മേൽ வந்து விழுந்தது? അതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാം. அதை குறித்து தான் இன்னைக்கு நாம் கற்றுக்கொள்ள போகிறோம். സിയോൻ പർവ്വതം അവിടെ നിൽക്കട്ടെ. സിയോൻ പർവ്വതം അങ്ങേ இருக்கட்டும். നമുക്ക് ഹെർമോൻ പർവ്വതം ആരെന്ന് നമുക്ക് പഠിക്കാം. നാം ഹെർമോൻ പർവ്വതം എന്നാൽ യാർ, அதை குறித்து நாம் கற்றுக்கொள்ளலாம். ഈ സബ്ജക്റ്റ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എത്ര പേരുണ്ട്? இந்த செய்தியை கேட்க எத்தனை பேர் ஆயத்தமா இருக்கீங்க? ഇടയ്ക്കിടയ്ക്ക് നല്ല ആരാധിക്കണം കേട്ടോ. ആമേൻ. இதை பிரசங்கம் பண்ணும்போதே இடை நேரத்தில் நீங்க நல்லா ஆராதிக்கணும். കാരണം ഇത് പിശാചിന് നല്ല വെട്ടുകൊള്ളുന്ന സബ്ജക്റ്റ് ആണ്. ஏனென்றால் இந்த பிரசங்கம் பிசாசை வெட்டுகிற பிரசங்கம். ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, இந்த இரவு நான் பிரசங்கம் பண்ணி கொண்டிருக்கும்போது ചെന്നൈ മഹാനഗരത്തിൽ യുദ്ധം നടക്കും. சென்னை மாநகரத்தில் பெரிய யுத்தம் உண்டாகும். നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. தூதர்களே இறங்கி யுத்தத்தை செய்ய போகிறார்கள். മോനെ ഇതേ സൗണ്ടിൽ വെച്ച്, എനിക്ക് സൗണ്ട് കമ്മി മാതിരി തരുത്. அந்த மைக்ல வச்சிருங்க. ഫീഡ്ബാക്ക് മുഖ്യം. ത്രോട്ട് നല്ല പ്രോബ്ലം. ഓക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറത്ത് ഭയങ്കരമായ യുദ്ധങ്ങൾ നടക്കും. വലിയ ഭയങ്കരമായ യുദ്ധം ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഫൈറ്റ് ചെയ്യും. உங்களுக்காக தூதர்கள் சண்டை போடுவார், யுத்தம் செய்வார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണ് ഹെർമോൻ പർവ്വതം? ഹെർമോൻ പർവ്വതം യാർ?
അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ அதை குறித்து நாம் அறிந்து கொள்ள வேண்டுமானால் 136 സങ്കീർത്തനത്തിലേക്ക് വരണം. 136 சங்கீதத்துக்கு வர வேண்டும். 3 അധ്യായം കഴിയുമ്പോൾ 3 அதிகாரங்கள் முடியும்போது 136 സങ്കീർത്തനത്തിൽ 136 സങ്കീതത്തിൽ ദൈവത്തിനൊരു പാട്ട് പാടുകയാണ്. தேவனுக்கு ஒரு பாடலை பாடுகிறார்கள். അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നുമുള്ളത്. அவன் நல்லவர் அவர் கிருபை என்றும் உள்ளது. അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നുമുള്ളത്. அவன் நல்லவர் அவர் கிருபை என்றும் உள்ளது. ഒരു പാട്ടാണ് ഈ 136 സങ്കീർത്തനം. 136வது சங்கீதமே ஒரு பாடலாக பாடப்பட்டிருக்கிறது. അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നുള്ളത്. അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നുള്ളത്. തമിഴിൽ എങ്ങനെയാ പറയുന്നത്? ஆமென். அவர் நல்லவர் அவர் கிருபை என்றும் உள்ளது. கர்த்தரை துதியுங்கள், அவர் நல்லவர் அவர் கிருபை என்றும் உள்ளது. ഇങ്ങനെ പറഞ്ഞു இப்படி சொல்லி 136 സങ്കീർത്തനം 136வது சங்கீதம் 17ാമത്തെ വചനം വരുമ്പോൾ 17வது வசனம் வரும்போது ടോട്ടലി കാര്യങ്ങൾ ചേഞ്ച് ആകുകയാണ്. அங்க முற்றிலும் காரியங்கள் மாறுதலாய் மாறுகிறது. 17ാമത്തെ വചനത്തിൽ വരുമ്പോൾ 17வது வசனத்தில் வரும்போது വായിക്കുന്നത് വായിച്ചേ. ஆமென். வாசிக்க கேட்கலாம். பெரிய ராஜாக்களை சங்கரித்தவரை മഹാരാജാവിനെ സങ്കരിച്ചവനെ, பெரிய ராஜாக்களை சங்கரித்தவரை துதியுங்கள், அவர் கிருபை என்றும் உள்ளது. ശ്രേഷ്ഠ രാജാവായ ஆமென். ஹalleluya. பிரதானமான ராஜாவாகிய அடுத்த வசனம் பிரபலமான ராஜாவாகிய அழித்தவரை துதியுங்கள், அவர் கிருபை என்றும் உள்ளது. ഇന്ന് രാത്രി നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ இந்த இரவு நீங்கள் ஆராதித்துக் கொண்டிருக்கும்போது മഹാരാജാവിനെയും ஆமென் பெரிய ராஜாக்களையும் പ്രബല രാജാവിനെയും பிரபலமான ராஜாக்களையும் തകർക്കുന്ന ഒരു അഭിഷേകം, அடித்து போடுகிற ஒரு அபிஷேகம் ഇന്ന് രാത്രി പട്ടണത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. இந்த இரவு இந்த பட்டணத்தில் வெளிப்பட போகிறது. ചെന്നൈയെ റൂൾ ചെയ്യുന്ന சென்னையை ரூல் பண்ணக்கூடிய പ്രബല രാജാവിനെയും பிரபலமான ராஜாவையும் മഹാരാജാവിനെയും பெரிய ராஜாவையும் തകർക്കുന്ന ഒരു അഭിഷേകം அழித்து போடுகிற ஒரு அபிஷேகம் ഈ മഹാനഗരത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ, இந்த மகா நகரத்தில் பெரிய நகரத்தில் வெளிப்படும் என்று விசுவாசிக்கிறவர்கள் കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. கைகளை தட்டி தேவனை ஸ்தோத்திரிப்போம். ஹalleluya. ഇനി ആരാണ് മഹാരാജാവ്? பெரிய ராஜா யார்? പ്രബല രാജാവ് ആരാണ്? பிரபலமான ராஜா யார்? അതിന്റെ 19ാമത്തെ വചനം വായിക്കുമ്പോൾ 19வது வசனத்தை வாசிக்கும்போது പ്രബല രാജാവിനെയും മഹാരാജാവിനെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. பெரிய ராஜாவை குறித்தும் பிரபலமான ராஜாவை குறித்தும் எழுதப்பட்டிருக்கிறது. വായിച്ചേ. வாசிக்கலாம். எம்மேரின் ராஜாவாகிய சீகோனை அழித்தவரை துதியுங்கள். ഒരു രാജാവിന്റെ പേര്, ஒரு ராஜாவின் பேர் സീഹോൻ. சீகோன். അടുത്ത രാജാവിന്റെ പേര്, அடுத்த ராஜாவின் பேர் பாசானின் ராஜாவாகிய ஓகை அழித்தவரை துதியுங்கள். ഇന്ന് രാത്രി இந்த இரவுல ദൈവം വെട്ടാൻ പോകുന്ന 2 രാജാക്കന്മാരുടെ പേര്, தேவன் வெட்ட போகிற 2 ராஜாக்களின் பெயர், ഒന്ന് സീഹോൻ രാജാവ്, ஒன்று சீகோன் ராஜா, 2 ബാശാൻ രാജാവായ ഓഗ്. இரண்டாவது பாசானின் ராஜாவாகிய ஓகு. ഈ 2 രാജാക്കന്മാരെയും இந்த 2 ராஜாக்களையும் ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ இன்றைய ஆராதனை முடியும் போது ദൈവം തകർത്ത് കളയുമെന്ന് വിശ്വസിക്കുന്നവർ, தேவன் அழித்து போடுவார் என்று விசுவாசிக்கிறவர்கள் കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ച് கைகளை தட்டி தேவனை ஸ்தோத்திரிப்போம். Praise the Lord. ஹalleluya. ഈ 2 രാജാക്കന്മാരാണ് இந்த 2 ராஜாக்கள் தான் ഇന്ത്യയിലെ സകല പർവ്വതങ്ങളെയും இந்திய தேசத்திலுள்ள சகல மலைகளையும் അവകാശമായി വച്ചിരിക്കുന്നത്. உரிமை பாராட்டிக் கொண்டிருக்கிறார்கள். ഈ 2 രാജാക്കന്മാരാണ് இந்த 2 ராஜாக்கள் தான் അവരവരുടെ കൊട്ടാരങ്ങളെ മലയിൽ പണിത് വച്ചിരിക്കുന്നത്. அவர்களுடைய அந்த அரண்மனைகளை மலைக்கு மேலே கட்டி வைத்திருக்கிறார்கள். ഈ 2 രാജാക്കന്മാരും പറഞ്ഞു, இந்த 2 ராஜாக்களும் சொன்னார்கள், ലോകം മുഴുവനും ഞങ്ങളെ ആരാധിക്കാവൂ, உலகம் முழுவதும் எங்களை மட்டும்தான் ஆராதிக்கணும். അപ്പൊ സകല പർവ്വതങ്ങളുടെ മേലെ ഇരിക്കുന്ന ടെമ്പിൾസ്, அப்போ சகல மலைகளுக்கு மேலேயும் இருக்கிறதான அந்த கோயில்கள், Praise the Lord. Hallelujah. ഒന്ന് സീഗോനാണ്, ஒன்று சீகோன், ഒന്ന് ഓഗാണ്. இன்னொன்று ஓகு. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് கைகளை உயர்த்தி தேவனை துதிப்போம். ഈ സീഗോനും ഓഗുമാണ് இந்த சீகோனும் ஓகுதான் ഇന്ത്യയിലെ വേറെ പല പേരിൽ അറിയപ്പെടുന്നത്. இந்திய தேசத்துல வேற பல பெயர்களில் அறியப்படுகிறது. ഹല്ലേലൂയ. Hallelujah. ഇനി ഈ 2 പേരുടെ ഡ്യൂട്ടി, இனி இந்த 2 பேருக்கும் இருக்கக்கூடிய வேலை, നിന്നെ ഫൈനാൻഷ്യൽ ഏരിയയിൽ തകർത്ത് കളയുന്നത്, உங்களை பொருளாதார நிலையில நெருக்கடியை கொடுப்பது, നല്ല സ്പിരിച്വൽ റലത്തിൽ നിൽക്കുന്ന நல்ல ஆவிக்குரிய
மண்டலத்திலே இருக்கக்கூடிய പിള്ളേരെ വഴിതെറ്റിക്കുന്നത് பிள்ளைகளை வழிவிலக செய்வது ഈ സീഗോൻ രാജാവാണ്. இந்த சீகோன் ராஜா தான். സീഗോൻ രാജാവിന്റെ പരിപാടിയാണ് சீகோன் ராஜாவுடைய வேலைதான் നല്ല ആത്മീയതയിൽ മുന്നേറുന്ന കുടുംബത്തിനകത്ത് കയറി நல்ல ஆவிக்குரிய நிலைமையில முன்னேறக்கூடிய குடும்பத்துக்குள்ள வந்து കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവം. பிரச்சனைகளை உண்டு பண்ணுகிற அனுபவங்கள். ഹല്ലേലൂയ. அல்லேலூயா. വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. மிகவும் கவனமாக இருக்க வேண்டும். ഇന്റർനെറ്റിലെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്, இணையதளத்தின் தவறுக்கு நேராய் இழுத்து கொண்டு போவது ഈ സീഗോൻ രാജാവാണ്. இந்த சீகோனின் ராஜாதான். ഈ സീഗോന്റെ പ്രത്യേകതയാണ് இந்த சீகோனின் விசேஷம் தான் എങ്ങനെ ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റാൻ പറ്റൂ, எப்படி தேவனை விட்டு ஜனங்களை விலக்க முடியுமோ അതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നത് அதற்கான தந்திரங்களை உண்டு பண்ணு രാജാവാണ് സീഗോൻ രാജാവ്. அது தந்திரத்தை உண்டு பண்ணுகிறவன் தான் இந்த சீகோன் ராஜா. ചിന്തയിൽ ദുർചിന്ത കൊണ്ടിടുന്നത്, ஆமென். சிந்தையிலே கெட்ட சிந்தையை கொடுப்பது, പ്രൗഡ് കൊണ്ടിടുന്നത്, ஆமென், பெருமையை கொடுப்பது, ഞാൻ ആരോ എന്നുള്ള പാപം കൊണ്ടിടുന്നത്, நான் ஏதோ ஒரு பெரிய ஆளுங்கிற ஒரு மனப்பான்மையை உண்டாக்குவது, അഹങ്കാരം കൊണ്ടിടുന്നത്, அகங்காரத்தை கொடுப்பது, സഭായോഗത്തെ മുടക്കിപ്പിക്കുന്നത്, சபைக்கு வராமல் பண்ணுவது. ഹല്ലേലൂയ. அல்லேலூயா. നീ ആരാധനയ്ക്ക് പോകാതിരിക്കാൻ நீங்கள் ആരാധனைக்கு போகாமல் இருக்க ഞായറാഴ്ച ഡ്യൂട്ടിയുള്ള ജോലി തരുന്നത് ഇവനാണ്. ஆமென். ஹல்லேலூயா. ஞாயிற்றுக்கிழமை வேலை இருக்கக்கூடிய അമ്മ ജോലി തരുന്നത് ഇവന്റെ പരിപാടിയാണ്. வேலையை கொடுக்கிறதே இவன் வேலைதான். Praise the Lord. அல்லேலூயா. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് கைகளை உயர்த்தி தேவனை துதிப்போம். നിന്നെ സ്പിരിച്വൽ തലത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന രാജാവിന്റെ പേരാണ്. உங்களை ஆவிக்குரிய நிலையில் இருந்து கீழே ஆமென் வழிக்கு விட செய்கிறவன் தான் இந்த ராஜா സീഗോൻ. அவன் தான் சீகோன். ഇവനാണ് സ്പിരിച്വൽ അറ്റാക്കുകൾ കൊണ്ടിടുന്നത്. இவன் தான் ஆவிக்குரிய தாக்குதல்களை ஏற்படுத்துகிறான். നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുന്നത്, உங்க ஜெப வாழ்க்கையை அழிக்கிறவன், നിന്റെ വിശുദ്ധ ജീവിതത്തെ തകർക്കുന്നത്. பரிசுத்த வாழ்க்கையை அலங்கோலப்படுத்துகிறவன். സീഗോൻ രാജാവിനെ വീട്ടിൽ അനുവദിക്കരുത്. சீகோன் ராஜாவை உங்க வீட்டில நீங்க ஏற்றுக்கொள்ள கூடாது. സീഗോൻ ഇരിക്കുന്ന പർവ്വതത്തിൽ കയറരുത്. சீகோன் இருக்கிற மலைக்கு ஏறாதீர்கள். സീഗോൻ ആഗ്രഹിക്കുന്നത്, சீகோன் விரும்புவது നിങ്ങൾ യേശുവിനെ ആരാധിക്കാൻ പാടില്ല, நீங்கள் இயேசுவை ஆராதிக்க கூடாது, അവനെ ആരാധിക്കാവൂ. அவனை மட்டும்தான் ஆராதிக்க வேண்டும். ഇപ്പൊ മനസ്സിലായോ? സ്പിരിച്വൽ അറ്റാക്കുകളുടെ പുറകിൽ அப்போ இப்ப உங்களுக்கு புரிந்ததா? ஆவிக்குரிய தாக்குதலுக்கு பின்னாக அல்லேலூயா ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങളുടെ പുറകിൽ, பொருளாதார நெருக்கடி பிரச்சனைக்கு பின்பாக, സ്പിരിച്വൽ അറ്റാക്കുകളുടെ പുറകിൽ, ஆவிக்குரிய தாக்குதலுக்கு மறைவாக നിനക്കെതിരെ യുദ്ധം ചെയ്യുന്ന உங்களுக்கு விரோதமா யுத்தத்தை செய்கிற രാജാവാണ് സീഗോൻ രാജാവ്. ராஜாதான் சீகோன் ராஜா. ഇനി അടുത്ത രാജാവിന്റെ പേര് அடுத்த ராஜாவின் பேர் ഓഗ്. ஓகு. ഇവൻ ഇച്ചിരി ഡേഞ്ചർ ആണ്. இவன் கொஞ்சம் ஆபத்தானவன் தான். ഇവനെ പറ്റി പറയുന്നത് இவனை குறித்து சொல்லுவது സ്പിരിറ്റ് ഓഫ് ഡെത്ത്. இவன் மரண ஆவி உள்ளவன். ഹല്ലേലൂയ. அல்லேலூயா. ഇവനാണ് இவன் தான் തർക്കുലയുടെ സ്പിരിറ്റ് കൊണ്ടിടുന്നത്. தற்கொலையின் எண்ணத்தை கொண்டு வருகிறான். ആത്മഹത്യ ചെയ്ത് കളയാം. அவன் தற்கொலை செய்ய வேண்டும். ചെറിയൊരു പ്രശ്നത്തെ നേരിടാൻ കഴിവില്ല. சின்ன பிரச்சனை அவர்களால் எதிர்கொள்ள முடியல. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ஒரு சின்ன பிரச்சனை வரும்போது ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. தற்கொலையை குறித்து யோசிக்கிறார்கள். നിങ്ങൾ ഇന്ത്യയിലെ പല ആക്സിഡന്റ് ലിസ്റ്റുകൾ എടുത്ത് നോക്ക. நீங்கள் இந்திய தேசத்தில் பல விபத்துகளை எடுத்து பாருங்க. പല വലിയ വലിയ ആക്സിഡന്റുകളും, பெரிய பெரிய விபத்துகளும், 50-100 പേർ ഒരുമിച്ച് മരിക്കുന്ന ആക്സിഡന്റുകളിൽ 50-100 பேர் ഒരുമിച്ച് ஒன்று சேர்ந்து மரிக்கக்கூடிய அந்த விபத்துகளை ചില പർവ്വതത്തിന്റെ കീഴിലാണ് നടക്കുന്നത്. ஆமென். சில மலைகளுக்கு அடிவாரத்தில் தான் நடக்கிறது. ആ മലയിൽ സൂക്ഷിച്ചു നോക്കിയാൽ அந்த மலையை நீங்க கவனித்து பார்த்தால் അവിടെ ഒരു ഓഗിന്റെ ശക്തിയുണ്ട്. அங்க ஒரு ஓகின் வல்லமை கூடிக்கொண்டிருக்கு. Praise the Lord. அல்லேலூயா. Hallelujah. அல்லேலூயா. ഈ ഓഗിന്റെ ടെമ്പിൾ ഇരിക്കുന്ന എവിടെയൊക്കെ ഉണ്ടോ, இந்த ஓகின் கோயில் எங்கெல்லாம் இருக்கோ അവിടെ വരുമ്പോൾ ഡ്രൈവർ ഉറങ്ങുന്നു, அங்க வரும்போது தானாகவே இந்த டிரைவர் தூங்கிடுறான். ബ്രേക്ക് പൊട്ടിപ്പോകുന്നു, பிரேக் உடையுது. ഹല്ലേലൂയ. அல்லேலூயா. വാഹനം ആമേൻ സ്തോത്രം എന്തെങ്കിലുമൊക്കെ തകരാറ് ബ്രേക്ക് ഡൗൺ ആകുന്നു. ஆமென். வாகனத்துக்கு ஏதாவது ஒரு பிரச்சனை வந்து பிரேக் டவுன் ஆகுது. വലിയ വലിയ അപകടങ്ങളുടെ പിന്നിൽ, பெரிய பெரிய ஆபத்துக்கு பின்னாலே, സൂയിസൈഡുകളുടെ പിന്നിൽ, ஆமென், தற்கொலைக்கு பின்னாலே, കുടുംബ തകർച്ചകളുടെ പിന്നിൽ, குடும்பம் உடைந்து போவதற்கு பின்னாலே, ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊല്ലുന്നു, ஆமென், கணவன் மனைவி அடித்தே கொள்கிறான். ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ஆமென், மனைவி கணவனை கொள்கிறாள். ഹല്ലേലൂയ. ഭർത്താവിനെ വിഷം കൊടുത്ത് കൊല്ലുന്നു, கணவனை விஷத்தை கொடுத்து கொன்று விடுகிறாள். ഭാര്യയെ വിഷം കൊടുത്ത് കൊല്ലുന്നു, மனைவியை விஷத்தை கொடுத்து கொண்டு விடுகிறான். മക്കൾ അപ്പനെ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, பிள்ளைகளை தகப்பனையும் தாயை வெட்டி கொண்டு போடுகிறார்கள். ഒരുത്തന്റെ അകത്ത് ഓഗിന്റെ സ്പിരിറ്റ് കയറുമ്പോൾ ஒருவனுக்குள்ள ஓகின் ஆவி ஏறும்போது
കേരളത്തിലെ ഒരുത്തൻ വീട്ടിൽ കയറി 7 പേരെ വെട്ടിക്കൊന്നു. கேரளாவிலே ஒருவனுக்குள்ள இந்த ஆவி நுழைந்ததனால ஆமென் ஒருவன் அவன் குடும்பத்தில் உள்ள 7 பேரை வெட்டியே கொன்று போட்டான். ഒരുത്തൻ 5 പേരെ വെട്ടിക്കൊന്നു. ஒருவன் 5 பேரை கொன்று போட்டான். ഞാൻ അവനെ പറ്റി പഠിച്ചപ്പോ நான் அவனை குறித்து கற்றுக்கொண்ட போது അവൻ ഒരു പെന്തക്കോസ്ത് ബിലീവർ ആയിരുന്നു. அவன் ஒரு பெந்தகோஸ்தே விசுவாசியாக இருந்தான். ഹല്ലേലൂയ. அல்லேலூயா. 5 പേരെ കൊന്നവൻ 5 பேரை கொன்றவன் സൺഡേ സ്കൂൾ ടീച്ചർ ആയിരുന്നു. சண்டே ஸ்கூல் ஆசிரியராக இருந்தான். സ്ലോലി கொஞ்சம் கொஞ்சமா അവൻ ഓഗിന്റെ പിടിയിലായി. அவன் ஓகின் கைக்குள்ளே வந்தான். അവൻ സാത്താന്യ ആരാധനയ്ക്ക് പോകാൻ அவன் തുടങ്ങി. சாத்தானுடைய ஆராதனைக்கு போக ஆரம்பித்தான். അവന്റെ ഫുൾ കൺട്രോൾ ഓഗ് ഏറ്റെടുത്തപ്പോൾ அவனுடைய முழு கட்டுப்பாட்டதையும் இந்த ஓகு எடுத்துக்கொண்ட போது ധാരണം അവന്റെ അപ്പനും തല മുതൽ കാല് വരെ വെട്ടിക്കൊന്നു. ஆமென். இது நிமித்தமாய் அவனுடைய தகப்பனை தலை முதல் கால் வரையிலும் துண்டு துண்டாக வெட்டி போட்டான். പഠിക്കാൻ വന്ന അമ്മയെ വെട്ടിക്കൊന്നു. ஆமென். படிக்க வந்த அம்மையை கொண்டு போட்டான். അച്ഛനെ അമ്മ എല്ലാവരെയും കൊന്നുകളഞ്ഞു. அப்பா அம்மா எல்லாரையும் கொண்டு போட்டான். Praise the Lord. அல்லேலூயா. ഓഗ് കേറുമ്പോഴാണ് ஓகு நுழையும் போதுதான் കൊല്ലണം മരിക്കണം എന്നുള്ള ചിന്തകൾ വരുന്നത്. கொல்ல வேண்டும் மறிக்க வேண்டும் என்ற எண்ணம் வருகிறது. ഹല്ലേലൂയ. அல்லேலூயா. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. கரங்களை உயர்த்தி தேவனை ஸ்தோத்தரிப்போம். ഹല്ലേലൂയ. அல்லேலூயா. സകല ഫൈനാൻഷ്യൽ ഏരിയയെ തകർക്കുന്നത് സീഗോനാണ്. எல்லா பொருளாதார பகுதியை அழிப்பது சீகோன் தான். സീഗോൻ ആണ് എങ്കിൽ சீகோன் என்றால் മരണത്തെ കൺട്രോളിൽ വെച്ചിരിക്കുന്നത് ഓഗാണ്. ஆமென். மரணத்தை கட்டுப்பாட்டுக்குள் வைத்திருப்பது ஆமென் ஓகு. ഓഗ് ചിന്തിക്കുന്നത്, ஓகு நினைப்பது ഞാൻ മരണത്തിന്റെ രാജാവാണ്. நான் மரணத்தின் ராஜாவாய் இருக்கிறேன். ഹല്ലേലൂയ. அல்லேலூயா. ഞാനിത് പറയുമ്പോൾ തന്നെ நான் இதை சொல்லும் பொழுதே ഇന്ത്യയിൽ இந்தியா தேசத்தில் ഈ ദൈവത്തിന്റെ പേര് വേറെയാണ്. ஆமென். இந்த தெய்வத்துக்கு வேற பேர் கொடுக்கப்பட்டிருக்கு. Praise the Lord. அல்லேலூயா. അതിന്റെ സൈനാണ് அதற்கு அடையாளம் தான் കഴുത്തിൽ സർപ്പമുണ്ട്. മരണത്തിന്റെ ദൈവം, மரணத்தின் தேவன். അവന്റെ പേരാണ് ഓഗ്. அவர் பேரு தான் ஓகு. ഇന്ന് രാത്രി இந்த இரவு പട്ടണത്തിനകത്ത് വ്യാപരിക്കാൻ പോകുന്നു. இந்த 2 பேரையும் கட்டி போடுகிற ஒரு பெரிய அபிஷேகம் சென்னை பட்டணத்தில் வெளிப்பட போகிறது. ഹല്ലേലൂയ. அல்லேலூயா. നിന്റെ ലൈഫിൽ ഒരു ആക്സിഡന്റ് മരണം ഉണ്ടാകാൻ പാടില്ല. உங்க வாழ்க்கையில எந்த விதமான விபத்தின் மரணமும் உண்டாகி விடக்கூடாது. അതുകൊണ്ടാ പാസ്റ്റർമാർ പറയുന്നത്, அவை அநேக பாஸ்டர்கள் சொல்வது என்னவென்றால், അതുകൊണ്ടാ പാസ്റ്റർമാർ പറയുന്നത്, ஆகவே தான் பாஸ்டர்கள் சொல்கிறார்கள், നീ വാഹനം ഓടിക്കുമ്പോൾ நீங்கள் வாகனத்தை ஓட்டும் போது പ്രാർത്ഥിച്ചോടെ ഓടിക്കാവൂ. ஆமென் செபித்து விட்டு தான் வாகனத்தை எடுத்து ஓட்டணும். വാഹനം ഓടിക്കുന്നവരൊക്കെ പറഞ്ഞേ, வாகனத்தை ஓட்டுறவங்க எல்லாம் சொல்லுங்க, വാഹനം നിന്നെ നിയന്ത്രിക്കരുത്, அந்த வாகனம் உங்களை கட்டுப்படுத்த கூடாது, നീ വാഹനത്തെ നിയന്ത്രിക്കണം. நீங்க தான் அந்த வாகனத்தை கட்டுப்படுத்த வேண்டும். കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. கைகளை உயர்த்தி கர்த்தரை துதிப்போம். 60, 70, 80 മൈൽ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം, 60, 70, 80 மைல் ஸ்பீடு வேகத்துல போகக்கூடிய வாகனத்தை, ബൈക്ക് ആയിക്കൊള്ളട്ടെ കാർ ആയിക്കൊള്ളട്ടെ, பைக்கா இருக்கலாம் காரா இருக்கலாம், അത് നീയാണ് നിയന്ത്രിക്കുന്നത്. அதை நீங்க தான் கட்டுப்படுத்தணும். ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. நான் சொல்வதை கவனமாய் கேட்கணும். 70ലും 70ലും 80ലും 80லும் പോകുന്ന போகக்கூடிய ബൈക്ക് ആയിക്കൊള്ളട്ടെ, ஆமென் பைக்கா இருக்கலாம் കാർ ആയിക്കൊള്ളട്ടെ, காரா இருக்கலாம், അത് ഏറെക്കുറെ നിങ്ങളാ നിയന്ത്രിക്കുന്നത്. அது நீங்க தான் கட்டுப்படுத்தணும். അതേ വാഹനം அதே வாகனம் 100 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ പോയാൽ, 100 கிலோமீட்டர் வேகத்தை விடவும் அதிகமாய் சென்றால், വാഹനമാണ് നിന്നെ നിയന്ത്രിക്കുന്നത്. வாகனம் உங்களை கட்டுப்படுத்துது. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. கைகளை உயர்த்தி கர்த்தரை துதிங்க. നിന്റെ ഇഷ്ടത്തിന് വാഹനം പോകത്തില്ല, உங்க விருப்பப்படி வாகனம் போகாது. அதுக்கப்புறம் വാഹനം അതിന്റെ ഇഷ്ടത്തിന് പോകും. வாகனம் அந்த வண்டி அதோட இஷ்டப்படி அது போகும். ഹല്ലേലൂയ. அல்லேலூயா. ഹല്ലേലൂയ. அல்லேலூயா. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, அதனால என்னை கேட்கிற சகோதரர்களே, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. நீங்கள் ஜெபித்து விட்டு தான் உங்கள் வீட்டை விட்டே புறப்பட வேண்டும். എല്ലാ ആക്സിഡന്റിന്റെ പിന്നിലും ഓഗിന്റെ ശക്തിയുണ്ട്. எல்லா விபத்துக்கு பின்னாலேயும் இந்த ஓகின் வல்லமை இருக்கு. ഡ്രൈവിംഗ് അറിഞ്ഞൂടാത്തവരും പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ஆமென். வாகனத்தை ஓட்ட தெரியாதவர்கள் ஜெபித்துட்டு தான் நீங்க போகணும். ലൈസൻസ് ഇല്ലാത്തവരും പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ஆமென். லைசென்ஸ் இல்லாதவங்க ஜெபிச்சிட்டு தான் போகணும். വഴിയെ നടന്നു പോകുന്നവനെ വണ്ടി ഇടിക്കുന്ന കാലം ഇത്. ஆமென். வழியில ஓரமா போறவங்களையும் இடிச்சு போட்டுட்டு போற காலமா இருக்கு. Praise the Lord. அல்லேலூயா. പ്രാർത്ഥിക്കാതെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. ஜெபிக்காம வீட்டை விட்டு வெளில போகாதீங்க. പ്രാർത്ഥിക്കാതെ ഓഫീസിൽ പോകരുത്. ஜெபிக்காமல் அலுவலகத்துக்கு போகாதீங்க. നിന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് വേണം വീട് വിട്ട് പുറത്തിറങ്ങാൻ.
പുറത്തിറങ്ങാം. உங்களையே நீங்கள் அர்ப்பணித்து விட்டு தான் வீட்டை விட்டே நீங்கள் புறப்பட வேண்டும். എങ്ങനെ തകർക്കാമെന്ന് നിന്നെ നോക്കിയിരിക്കുന്ന രണ്ട് രാജാക്കന്മാരുണ്ട്. எப்படி உங்களை அழித்து விடலாம் கொல்லலாம் என்று சொல்லி பார்த்து வகை தேடிக் கொண்டிருக்கிற ரெண்டு ராஜாக்கள் உண்டு. ഹല്ലേലൂയ. ஹல்லேலூயா. ഈ ഓഗ് പറയുന്നത്, இந்த ஓகு சொல்லுவது, ഈ ഹെർമോൻ പർവ്വതം இந்த எர்மோன் பர்வதம் എന്റെ പർവ്വതമാണ്. ஏன் பர்வதம் என்று சொல்கிறது. Praise the Lord. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് கைகளை உயர்த்தி தேவனை ஸ்தோத்தரிப்போம். ഹല്ലേലൂയ. ஹல்லேலூயா. ഓഗ്, ബാല് ഇതെല്ലാം ഒരേ കാറ്റഗറിയാണ്. ஓகு, பாகால் இதெல்லாம் ஒரே கேட்டகரி வகையை சார்ந்தது. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ஆமென். கைகளை உயர்த்தி கர்த்தரை துதிப்போம். ഇനി അല്പം കൂടെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. இனி கொஞ்சம் கூட ஆழத்துக்கு போகலாம். ന്യായാധിപന്മാരുടെ പുസ്തകം நியாயாதிபதிகளின் புத்தகம் 3-ാം അധ്യായം 3வது அதிகாரம் 3-ാമത്തെ വചനം. 3வது വചനം. ഈ വചനം വായിക്കുമ്പോൾ இந்த வசனத்தை வாசிக்கும் போது ഹെർമോൻ പർവ്വതം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. எர்மோன் பர்வதம் யாரு என்பதை நம்மால் புரிந்து கொள்ள முடியும். ജഡ്ജ് ന്യായാധിപന്മാരുടെ പുസ്തകം நியாயாதிபதிகளின் புத்தகம் 3-ാം അധ്യായം 3வது அதிகாரம் 3-ാമത്തെ വചനം 3வது வசனம் വായിച്ചോട്ടെ. வாசிக்கலாம். பெலிஸ்தரின் 5 அதிபதிகளும் சகல கானானியரும் சீதோனியரும் பாகால் எர்மோன் മതി, துவக்கி മതി. போதும். എന്താ ഹെർമോൻ? என்ன எர்மோன்? பாகால் எர்மோன். ഹല്ലേലൂയ. அல்லேலூயா. അപ്പൊ ഈ പർവ്വതത്തിന്റെ പേരെന്താണ്? அப்போ இந்த மலைக்கு பர்வதத்துக்கு இருக்கக்கூடிய பெயர் என்ன? ബാൽ ഹെർമോൻ, பாகால் எர்மோன். അല്ലെങ്കിൽ ഓഗിന്റെ ഹെർമോൻ. இல்லை என்றால் ஓகின் எர்மோன். ഹല്ലേലൂയ. அல்லேலூயா. ഈ പർവ്വതത്തെയാണ് இந்த பர்வதத்தை தான் നമ്മൾ അറിഞ്ഞുകൂടാതെ நமக்கே தெரியாம ദൈവത്തിന്റെ പർവ്വതം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. தேவ பர்வதம் என்று நாம் நினைத்துக் கொண்டிருக்கிறோம். ഹെർമോൻ പർവ്വതം ദേവപർവ്വതം അല്ല. எர்மோன் பர்வதம் அது தேவ பர்வதம் அல்ல, ബാലിന്റെ പർവ്വതമാണ്. பாகாலின் பர்வதம். അത് ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും அது தேவன் படைத்தார் என்றாலும் கூட ബാലി കേറി അവകാശം വെച്ച പർവ്വതമാണ്. பாகால் அதுல ஏறி உரிமை பாராட்டுகிற ஒரு மலை, ബാലിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന പർവ്വതമാണ്. பாகாலின் கட்டுப்பாட்டுக்குள்ள இருக்கக்கூடிய பர்வதம். ആക്ച്വലി ഹെർമോൻ പർവ്വതം உண்மையாய் சொல்ல போனால் இந்த எர்மோன் பர்வதம் ദൈവത്തിന്റെ പർവ്വതമാണ്. தேவ பர்வதம் தான். പക്ഷെ എപ്പോഴോ ஆனா எப்போது ഇത് ഏതോ ഒരു സമയത്ത് ஏதோ ஒரு நேரத்துல ഇത് ബാലിന്റെ കൺട്രോളിലായി. இது பாகாலின் கட்டுப்பாட்டுக்குள் வந்து விட்டது. നമ്മളും അതുപോലെയാണ്. நாமும் அப்படிதான். യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പ്രാരംഭ സമയങ്ങളിൽ இயேசுவை இரட்சகராய் ஏற்றுக்கொண்டுகிற அந்த ஆரம்ப காலகட்டங்களில் നമ്മളൊരു പ്യുവർ ദൈവ പൈതലായിരിക്കും. நாம் உண்மையான ஆமென் சுத்தமான தேவ பிள்ளையா இருப்போம். സ്ലോലി 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 ஆனா கொஞ்சம் கொஞ்சமா പിശാചിന്റെ കൺട്രോളിൽ വരുത്തിയിട്ട് பிசாசின் கட்டுப்பாட்டுக்குள்ள நம்ம வரவழைத்து ആമേ പിശാച് പറയും, பிசாசு சொல்லுவான், ഇവനൊരു ദൈവ പൈതലല്ല, இவன் ஒரு தேவ பிள்ளை அல்ல, എന്റെ പൈതലാണ്. அவன் என் பிள்ளைன்னு சொல்லுவான். Praise the Lord. அல்லேலூயா. ഹല്ലേലൂയ. அல்லேலூயா. ഇന്ന് രാത്രി നീ തീരുമാനം എടുക്കണം. இந்த இரவு நீங்கள் ஒரு தீர்மானத்தை எடுக்க வேண்டும். നീ യേശുവിന്റെ പൈതലാണോ நீங்கள் இயேசுவின் பிள்ளையா അതോ ഓഗിന്റെ പൈതലാണോ? அல்ல ஓகின் பிள்ளையா നീ என்று. യേശുവിന്റെ പൈതലാ? சீகோன் ராஜாவின் பிள்ளையா? നമുക്ക് 3 രാജാവിനെ ഇവിടെ കാണാൻ കഴിയും. 3 ராஜாக்களை இங்கே பார்க்க முடியும். ഒന്ന് രാജാതി രാജാവായ യേശു, ஒன்று ராஜாதி ராஜாவாகிய இயேசு, രണ്ട് இரண்டாவதாக വെറും രാജാവായ ഓഗ്, வேறு ராஜாவாகிய ஓகு, വെറും രാജാവായ സീഗോൻ. வேறு ராஜாவாகிய சீகோன். നിനക്ക് രാജാതി രാജാവിന്റെ പൈതലായിരിക്കണോ உங்களுக்கு ராஜாதி ராஜாவின் பிள்ளையா இருக்கணுமா അതോ ഓഗിന്റെ പൈതലായിരിക്കണോ? இல்ல ஓகின் பிள்ளையா இருக்கணுமா? എല്ലാരും പറഞ്ഞോട്ടെ. எல்லாரும் சொல்லுங்க. എനിക്കൊരു പിതാവുണ്ട്. எனக்கு ஒரு அப்பா இருக்கிறார். ആ അപ്പന്റെ പേര് அந்த அப்பாவின் பேர் രാജാവാണ്, ராஜா യേശുവാണ്. இயேசு. ഹല്ലേലൂയ. ஹல்லேலூயா. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ மத்தேயு சுவிசேஷம் 2வது அதிகாரத்தை வாசிக்கும்போது ശാസ്ത്രിമാര് சாஸ்திரிகள் ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ஏரோதுவின் அரண்மனைக்கு வந்து ജോസഫിന്റെയും മറിയയുടെയും മകൻ എവിടെയെന്നല്ല ചോദിച്ചത്. யோசேப்பினுடைய மரியாளுடைய மகன் எங்கே என்று கேட்கவில்லை. രാജാവായി പിറന്നവൻ എവിടെ? ராஜாவாய் பிறந்திருக்கிறவர் எங்கே? ഹല്ലേലൂയ. ஹல்லேலூயா. രാജാവായി പിറന്നവൻ എവിടെ? ராஜாவாய் பிறந்திருக்கிறவர் எங்கே? ശാസ്ത്രിമാർക്കറിയാം, சாஸ்திரிகளுக்கு தெரியும், ഞങ്ങൾ കാത്തിരിക്കുന്ന മശിഹ நாங்கள் காத்திருக்கக்கூடிய மெசியா ദാവീദിന്റെ ഗോത്രത്തിൽ ജനിക്കും. தாவீதின் கோத்திரத்திலே பிறப்பார். ദാവീദ് ആരാണ്? தாவீது யார்? രാജാവാണ്. ராஜா. അതേ ഗോത്രത്തിൽ அதே கோத்திரத்தில் യേശു രാജാവായി ജനിച്ചു. இயேசு ராஜாவாய் பிறந்தார். യേശു ജനിക്കേണ്ടിയിരുന്നത് இயேசு பிறக்க வேண்டி இருந்தது ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. ஏரோதுவின் அரண்மனையிலேதான். ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ യേശു ജനിച്ചിരുന്നു എങ്കിൽ ஏரோதுவின் அரண்மனையில் ஒருவேளை இயேசு பிறந்திருந்தால் യേശുവിന്
120 ശിഷ്യന്മാർ ഉണ്ടാകത്തില്ലായിരുന്നു. இயேசுவுக்கு 120 சீஷர்கள் உண்டாயிருந்திருக்க மாட்டார்கள். 70 ശിഷ്യന്മാർ ഉണ്ടാകത്തില്ലായിരുന്നു. 70 சீஷர்கள் இருந்திருக்க மாட்டார்கள். 12 ശിഷ്യന്മാർ ഉണ്ടാകത്തില്ലായിരുന്നു. 12 சீஷர்கள் இருந்திருக்க மாட்டார்கள். അന്ത്രയോസും യാക്കോബും പത്രോസും ഉണ്ടാകത്തില്ലായിരുന്നു. அந்திரே, யாக்கோபு, ஆமென், பேதுரு இருந்திருக்க மாட்டார்கள். ഹല്ലേലൂയ. அல்லேலூயா. യേശു കൊട്ടാരത്തിൽ ജനിച്ചിരുന്നു എങ്കിൽ இயேசு ஒருவேளை அரண்மனையில் பிறந்திருப்பாரேயானால் നിക്കോദിമോസിന് യേശുവിനെ അറിയാൻ കഴിയുമായിരുന്നു. நிக்கோதேமுக்கு ஒருவேளை இயேசுவை குறித்து அறிந்திருக்கலாம். യേശു കൊട്ടാരത്തിൽ ജനിച്ചിരുന്നു എങ്കിൽ இயேசு அரண்மனையில் பிறந்திருந்தால் പ്രൈം മിനിസ്റ്റർക്ക് മാത്രമേ യേശുവിനെ അറിയാൻ പറ്റൂ. ஆமென், பிரைம் மினிஸ்டருக்கு மட்டும்தான் இயேசுவை குறித்து தெரிந்திருக்கும். മിനിസ്റ്ററിന് മാത്രമേ യേശുവിനെ അറിയാൻ പറ്റൂ. மினிஸ்டருக்கு மட்டும்தான் இயேசுவை குறித்து அறிந்திருக்க முடியும். ലോക്കൽ എംഎൽഎക്ക് പോലും യേശുവിനെ കാണാൻ പറ്റത്തില്ല. ஆனா லோக்கல்ல இருக்கக்கூடிய எம்எல்ஏ கூட இயேசுவை குறித்து அறிந்திருக்க முடியாது. ഒരു പഞ്ചായത്ത് മെമ്പറിന് പോലും യേശുവിനെ കാണാൻ ஒரு പറ്റത്തില്ല. பஞ்சாயத்து மெம்பர் கூட இயேசுவை பார்த்திருக்க முடியாது. യേശു ആഗ്രഹിച്ചത് இயேசு விரும்பினது ഈ ലോകം മുഴുവനും എന്നെ കാണണം. இந்த உலகம் முழுவதும் என்னை பார்க்க ഈ வேண்டும். ലോകം മുഴുവനും എന്റെ അടുക്കൽ വരണം. இந்த உலகம் முழுவதும் என் அருகே வர வேண்டும். അതുകൊണ്ടാണ് அதனாலதான் അവർ രാജാവായിരിക്കെ அவர் ராஜாவா இருக்கும் பொழுது ദേശത്തിൽ ദരിദ്രനായി அவருடைய ரூபத்திலே ஏழ்மை கோலமாய் ദരിദ്രരുടെ ഇടയിൽ വന്നത്. அவர் ஏழைகளின் நடுவே வந்தார். അവൻ ദരിദ്രനായി ജനിച്ചത് കൊണ്ടാണ് அவர் தரித்திரராய் ஏழ்மையாய் பிறந்ததினாலே എനിക്ക് യേശുവിന്റെ അടുക്കൽ വരാൻ കഴിഞ്ഞത്. என்னாலும் இயேசுவின் அருகே வர முடிந்தது. കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താൽ நல்ல கைகளை தட்டி இயேசுவை ஸ்தோத்திரிப்போம். യേശുവിന്റെ ജനനത്തിനായി സ്തോത്രം. இயேசுவின் பிறப்புக்காய் ஸ்தோத்திரம். ഹല്ലേലൂയ. ஹல்லேலூயா. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, பக்கத்துல உள்ளவங்க கையை பிடிச்சு சொல்லுங்க, യേശു പശുത്തൊട്ടിയിൽ ജനിച്ചതിന് സ്തോത്രം. இயேசு மாட்டு தொழுவத்துல பிறந்ததுக்காக ஸ்தோத்திரம். അതുകൊണ്ടാണ് அதனாலதான் എനിക്ക് യേശുവേ എന്ന് വിളിക്കാൻ പറ്റിയത്. என்னால இயேசுவே என்று கூப்பிட முடிந்தது. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ, ஏரோதுவின் அரண்மனையில பிறந்திருந்தால் നമുക്കറിയാൻ പറ്റുമോ? நமக்கு தெரிஞ்சிருக்குமா? യൂസ് യുവർ നോളജ്. உங்களுடைய நாலேஜ் நீங்க பயன்படுத்துங்க. ഹല്ലേലൂയ. ஹல்லேலூயா. കൊട്ടാരത്തിൽ ജനിച്ച ആളിനെ നമുക്കറിയാൻ പറ്റുമോ? அரண்மனையில ஒரு நபர் பிறந்த நமக்கு எல்லாம் தெரிஞ்சிருக்குமா? தெரிஞ்சிருக்காது. தெரியாது. അവൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി, அவர் சாதாரண ஜனங்களின் சாதாரணமானவராக വന്നതിനാലதான் 2 കൈ നീട്ടി അവനെ നമ്മൾ സ്വീകരിച്ചത്. 2 കരങ്ങളെയും ഏന്തി നാം അവரை ஏற்றுக்கொள்கிறோம். അവനോടൊപ്പം നമ്മൾ നിന്നത്, அவரோடு கூட நாம நின்றோம். പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. അപ്പോൾ എല്ലാവരും പറഞ്ഞേ, எல்லாரும் சொல்லுங்க, യേശു രാജാതി രാജാ. இயேசு ராஜாதி ராஜா. ഹല്ലേലൂയ. ஹல்லேலூயா. എനിക്ക് ആരും ഇല്ലെന്ന് പറയരുത്. எனக்கு யாருமே இல்லைன்னு சொல்லாதீங்க. എനിക്കൊരു അപ്പനുണ്ട്. எனக்கு ஒரு அப்பா இருக்கிறார். 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 എല്ലാവരും കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ട്, எல்லாரும் கைகளை தட்டி சொல்லுங்க, യേശു എനിക്ക് രാജാവാണ്. യേശു எனக்கு ராஜா. യേശു എനിക്ക് അപ്പനാണ്. യേശു எனக்கு அப்பா. യേശു എന്റെ രാജാവാണ്. 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 എന്നോടൊപ്പം ചേർന്ന് പാടോ. എന്നോട് சேர்ந்து பாடுவீங்களா? റെഡി? நீங்க ஆயத்தமா? യേശു എന്റെ ആരാണ്. യേശു എന്റെ ആരാണ്. യേശു എന്റെ ആരാണ്. യേശു എന്റെ ആരാണ്. നിങ്ങളെ ഞാൻ മലയാളം പഠിപ്പിക്കാൻ പോവാ. உங்களுக்கு நான் മലയാളത്തെ கற்றுக் கொடுக்க போறேன். എനിക്ക് കൊഞ്ചം തമിഴ് தெரியும். எனக்கு கொஞ்சம் தமிழ் தெரியும். ഞാനിപ്പോ ഏറ്റവും കൂടുതൽ തമിഴ് പാട്ടാ പാടുന്നത്. இப்ப அதிகமா நான் தமிழ் பாட்டு தான் பாடுறேன். അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു മലയാള പാട്ട് പാടണം. அதனால நிச்சயம் நீங்க ஒரு மலையாள பாட்டை பாடித்தான் ஆகணும். ഇതെന്റെ പ്രൊഫറ്റിക്കൽ സോങ് ആണ്. இது என்னுடைய தீர்க்கதரிசன பாடல். ഹല്ലേലൂയ. ஹல்லேலூயா. എവിടെ പോയി സെർച്ച് ചെയ്താലും കിട്ടത്തില്ല. எங்க போனாலும் தேடி பார்த்தாலும் உங்களுக்கு கிடைக்காது. കാരണം ഇത് എന്റെ പാട്ടാണ്. ஏன்னா இது ஏன் பாடல். നിങ്ങൾക്ക് ഞാൻ തരികയാ. அது உங்களுக்கு കൊടുக்கிறேன். റെഡി? 1 2 3 സ്റ്റാർ. 1 2 3 സ്റ്റാർ. അത് പറഞ്ഞു കൊടുത്തേ. കൈയടിച്ച് ശ്രദ്ധിച്ചേ. நல்ல கைகளை தட்டி. ഹല്ലേലൂയ. എനിക്കൊരു രാജാവുണ്ട്. എനിക്കൊരു രാജാവുണ്ട്. എനിക്കൊരു രാജാവുണ്ട്. എനിക്കൊരു രാജാവുണ്ട്. യേശു എന്റെ രാജാവ്. യേശു എന്റെ രാജാവ്. യേശു എന്റെ രാജാവാണ്. യേശു എന്റെ രാജാവാണ്. ഈ ആരാധിക്കുമ്പോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്നത്? ஆராதிக்கும் போது எதுக்காக நீங்க கையை கட்டிட்டு இருக்கீங்க? എനിക്ക് സത്യത്തില് உண்மையா എനിക്ക് നിങ്ങളെയൊക്കെ നോക്കി പുച്ഛം തോന്നുന്നു. ഫീലിംഗ്. உங்களை பார்க்கும்போது ரொம்ப கூச்சமா இருக்கு எனக்கு. ഹല്ലേലൂയ. ஹல்லேலூயா. നിങ്ങൾ ഇതിനകത്ത് ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ വീട്ടിൽ പോയി ഇരിക്കേണ്ടവരാണ്. நீங்க இதற்குள்ள இருக்க வேண்டியவங்க அல்ல, நீங்க உங்க வீட்டுக்கு போய் இருக்கலாம். Don't sit here. இங்க உட்கார வேண்டாம் நீங்க. ഹല്ലേലൂയ. ஹல்லேலூயா. Praise the Lord.
Jesus. ഈ പാട്ട് പാടുമ്പോ ചിലര് എടാ നീ ആരാടാ, നീ ദാവീദിനെ കാട്ടി വലിയ ആളാണ്. நீங்க தாவீதை விட ஒரு பெரியவரா? Praise the Lord. Hallelujah. ഈ ചിലതൊക്കെ പുൽപ്പിറ്റിൽ വന്നിരിക്കും, പുൽപ്പിറ്റില്. சிலர்லாம் ஃபுல்பிட்ல வந்திருப்பாங்க. Hallelujah. Hallelujah. വെള്ളയും ഇട്ട് പുൽപ്പിറ്റിൽ കയറിയിരിക്കും. வெள்ளையும் போட்டுட்டு ஃபுல்பிட்ல உட்காருவாங்க. ഒരു ഹല്ലേലൂയ പറയത്തില്ല, ஒரு ஹல்லேலூயா சொல்ல மாட்டாங்க, കൈ അടിക്കത്തില്ല, கை தட்ட மாட்டாங்க. ഇവിടെ പാസ്റ്ററും വിശ്വാസികളെല്ലാം സെയിം ആണ്. இங்க பாஸ்டர் விசுவாசி எல்லாம் ஒண்ணுதான். Praise the Lord. ஆமென். എന്നെ ഇനി മീറ്റിങ്ങിന് വിളിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഐ വിൽ പ്രീച്ച് ട്രൂ. ஆமென். இந்த கூட்டத்துக்கு கூப்பிட்டாலும் சரி கூப்பிடாவிட்டாலும் சரி இதுதான் உண்மை. Praise the Lord. ஆமென். ഹല്ലേലൂയ. ஹல்லேலூயா. നീ ഡോക്ടർ ആണെങ്കിലും ശരി, நீங்க டாக்டரா இருந்தாலும் சரி, റവറന്റ് ആണെങ്കിലും ശരി, ரெவரண்டா இருந்தாலும் சரி, ബിഷപ്പ് ആണെങ്കിലും ശരി, பிஷப்பா இருந்தாலும் சரி, നീ ഒരു ഹല്ലേലൂയ പറ. நீங்க ஒரு ஹல்லேலூயா சொல்லுங்க. സത്യമാത്ര ചിലതിന്റെ ഇരിപ്പ് കണ്ട உண்மை பாஸ்டர், சிலர் உட்கார்ந்திருக்கிறத பார்த்தாலே ഓഗിന്റെ സ്പിരിറ്റ് ആണെന്ന് തോന്നും. ஓகின் ஆவிதான் உள்ள இருக்குன்னு நினைக்கலாம். ഓഗ് വന്ന് പുൽപ്പിറ്റി ഇരിക്കും പോലെ തോന്നും. ஆமை ஓகுவே வந்து புல்பிட்ல இருக்கிற மாதிரி நினைக்கலாம். Praise the Lord. Hallelujah. ஹல்லேலூயா. നീ ആരാധിക്കാതിരുന്ന നിന്റെ വിശ്വാസി എങ്ങനെ ആരാധിക്കും? ஆமை நீங்க ஆராதிக்காம இருந்த விசுவாசிகள் எப்படி ஆராதிப்பார்கள்? നീ കൈയടിക്കാതിരുന്ന വിശ്വാസി എങ്ങനെ കൈയടിക്കും? நீங்க கை தட்டாம இருந்தா விசுவாசிகள் எப்படி கை தட்டுவார்கள்? ഇവര് പറയുന്നത്, இவங்க சொல்லுவது, ഞാൻ ഹല്ലേലൂയ പറയത്തില്ല, நான் ஹல்லேலூயா சொல்ல மாட்டேன், ഞാൻ ആരാധിക്കത്തില്ല, நான் ஆராதிக்க மாட்டேன், പക്ഷെ ഞാൻ മൈക്കെടുത്തോണ്ട് ഇറങ്ങിയ ஆனா நான் மைக் எடுத்துட்டு வந்தா 110,000 ഹല്ലേലൂയ പറയണം, 110,000 ஹல்லேலூயா சொல்லணும். പറ കൈയടിക്കണം. ஆமென். தொடர்ந்து கை தட்டிட்டே இருக்கணும். Praise the Lord. ஹல்லேலூயா. ഒരിക്കലും ആരാധന നടക്കുമ്പോ കൈ കെട്ടി ഇരിക്കരുത്. ஒரு நாள் ஆராதனை நடத்தும் போது கையை கட்டிட்டு யாரும் இருக்க வேண்டாம். അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, பக்கத்துல உள்ளவங்க கையை பிடிச்சு சொல்லுங்க, നമ്മൾ ദാവീദിനെ കാട്ടി വലിയ ആളല്ല. நாம தாவீதை விடவும் பெரிய ஆள் ஒண்ணும் இல்ல. എല്ലാവരും പറഞ്ഞു, ദാവീദിനെ കാട്ടി വലിയ ആളല്ല. தாவீதை விடவும் பெரிய நபர் அல்ல. ഞാൻ കണ്ട യേശു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജാവ് ദാവീദാണ്. இயேசுவுக்கு அப்புறம் நான் பார்த்த பெரிய ராஜா தாவீதுதான். പുള്ളിക്കാരന്റെ അടുത്ത് പോയി ചോദിക്കേ, அவர்கிட்ட போய் கேளுங்க, കൈ കെട്ടിയാണോ നിന്നത്? நீங்க கையை கட்டிட்டு இருந்தீங்களா? ദാവീദ് കൈ കെട്ടിയാണോ നിന്നത്? தாவீது கையை கட்டிட்டு இருந்தாரா? எப்படி? തമിഴിലൊരു പാട്ടുണ്ടല്ലോ, தமிழ்ல ஒரு பாட்டு இருக்கு, ദാവീദെ പോലെ நடனமாடி. അങ്ങനെയല്ലത്, ദാവീദെ പോലെ தாவீதை போல കൈകെട്ടിയിരിക്കും, கை கட்டி பாடி കർത്താവേ സ്തോത്രിപ്പേ. கர்த்தரை ஸ்தோத்தரிப்பே. ചിലതിന്റെ ഇരിപ്പ് കണ്ട പാട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. ஆமென். சிலர் எல்லாம் உட்கார்ந்து இருக்கிறத பார்த்தாலே பாட்டையே மாத்தணும் போல. ദാവീദെ പോലെ தாவீதை போல നടനമാടി കർത്താവേ സ്തോത്രിപ്പേ. தாவீதை போல நடனமாடி கர்த்தாவை ஸ்தோத்தரிப்பே. யேசப்பா ஸ்தோத்திரம், யேசப்பா ஸ்தோத்திரம், யேசப்பா ஸ்தோத்திரம், யேசப்பா ஸ்தோத்திரம். தாவீதை போல நடனமாடி அப்பாவை ஸ்தோத்தரிப்பே. தாவீதை போல நடனமாடி அப்பாவை ஸ்தோத்தரிப்பே. என்ன வந்தாலும் எது நடந்தாலும் அப்பாவை ஸ்தோத்தரிப்பே. என்ன வந்தாலும் எது நடந்தாலும் அப்பாவை ஸ்தோத்தரிப்பே. யேசப்பா ஸ்தோத்திரம், யேசப்பா ஸ்தோத்திரம், யேசப்பா ஸ்தோத்திரம், யேசப்பா ஸ்தோத்திரம். தாவீதை போல நடனம். ஹல்லேலூயா. ദൈവാനുജ നമുക്ക് അവസാനം പാടാം. ஆமென். தேவன் அனுமதிப்பாரே, ஆனால் கடைசியா பாடலாம். യേശു എന്റെ രാജാവാണ്. യേശു என் ராஜா. എല്ലാരും പറഞ്ഞേ, எல்லாரும் சொல்லுங்க, എനിക്കൊരു രാജാവുണ്ട്. എനിക്കൊരു രാജാവുണ്ട്. കൈയടിച്ച് கையை தட்டி, എനിക്കൊരു രാജാവുണ്ട്. എനിക്കൊരു രാജാവുണ്ട്. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവാണ്, 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 യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ യേശു എന്റെ രാജാവായാൽ, യേശു
യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായാൽ, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനാണ്. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, ഞാനും ഒരു രാജാവ്, ഞാനും ഒരു രാജാവ്. യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായാൽ, ഞാനും ഒരു രാജാവ്, ഞാനും ഒരു രാജാവ്, ഞാനും ഒരു രാജാവ്, ഞാനും ഒരു ഒരേ ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്, രാജാതി രാജാവ്, രാജാതി രാജാവ്, രാജാതി രാജാവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, കർത്താതി കർത്താവ്. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായാൽ, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനായ, ഞാനവന്റെ പുത്രനായ. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ അപ്പനാണ്, യേശു എന്റെ അപ്പനാണ്, യേശു എന്റെ അപ്പനാണ്. യേശു എന്റെ എനിക്കൊരു അപ്പമുണ്ട്, എനിക്കൊരു അപ്പ ഉണ്ട്. യേശു എന്റെ അപ്പനാണ്, യേശു എന്റെ അപ്പനാണ്, മരിക്കാത്ത അപ്പനാണ്, മരിക്കാത്ത അപ്പനാണ്, മരിക്കാത്ത അപ്പനാണ്, മരിക്കാത്ത അപ്പനാണ്, ജീവന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. യേശു എനിക്ക് ജീവനാണ്, യേശു എനിക്ക് ജീവനാണ്, യേശു എനിക്ക് ജീവനാണ്, യേശു എനിക്ക് ജീവനാണ്, ജീവന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. യേശു എനിക്ക് അപ്പനാണ്, യേശു എനിക്ക് അപ്പനാണ്, യേശു എന്റെ ഫ്രണ്ടാണ്, യേശു എന്റെ ഫ്രണ്ടാണ്, യേശു എന്റെ ഹാർട്ടാണ്, യേശു എന്റെ ഹാർട്ടാണ്, യേശു എന്റെ ലവ് ആണ്, യേശു എന്റെ ലവ് ആണ്, യേശു എന്റെ അപ്പനാണ്, യേശു എന്റെ അപ്പനാണ്, ഞാനവന്റെ പുത്രിയാണ്, ഞാനവന്റെ പുത്രിയാണ്, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനാണ്. യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായ, ഞാനവന്റെ പുത്രനാണ്, ഞാനവന്റെ പുത്രനാണ്. ലോകത്തിന്റെ രാജാവ്, ലോകത്തിന്റെ രാജാവ്, ലോകത്തിന്റെ രാജാവ്, ലോകത്തിന്റെ രാജാവ്, ഇന്ത്യയുടെ രാജാവ്, ഇന്ത്യയുടെ രാജാവ്, ചെന്നൈയുടെ രാജാവ്, ചെന്നൈയുടെ രാജാവ്. എനിക്കൊരു രാജാവുണ്ട്, എനിക്കൊരു രാജാവുണ്ട്, നമുക്കൊരു രാജാവുണ്ട്, നമുക്കൊരു രാജാവുണ്ട്, സഭയ്ക്കൊരു രാജാവുണ്ട്, സഭയ്ക്കൊരു രാജാവുണ്ട്. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്, രാജാ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോ തന്നെ വന്നിട്ടുണ്ട്, ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്, രാജാ ഇവിടെ വന്നിട്ടുണ്ട്. രാജാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, രാജാ ഇവിടെ വന്നു കഴിഞ്ഞാൽ, രാജാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, രാജാ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഭൂതമെല്ലാം ഓടിപ്പോകും, ഭൂതമെല്ലാം ഓടി, രോഗമെല്ലാം മാറിപ്പോകും. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, രോഗമെല്ലാം മാറിപ്പോയി, രോഗമെല്ലാം മാറിപ്പോയി, ട്യൂമറെല്ലാം മാറിപ്പോയി, ട്യൂമറെല്ലാം മാറിപ്പോയി, ക്യാൻസർ എല്ലാം മാറിപ്പോയി, ഷുഗറെല്ലാം മാറിപ്പോയി, ഷുഗറെല്ലാം മാറിപ്പോയി, തൈറോയ്ഡെല്ലാം മാറിപ്പോയി, തൈറോയ്ഡെല്ലാം മാറിപ്പോയി, വെരിക്കോസ് എല്ലാം മാറിപ്പോയി, വെരിക്കോസെല്ലാം മാറിപ്പോയി, രോഗമെല്ലാം സൗഖ്യമായി. രോഗമെല്ലാം സൗഖ്യമായി. എനിക്കൊരു ഡോക്ടറുണ്ട്, യേശു എന്റെ ഡോക്ടറാണ്, ഒരേ ഒരു ഡോക്ടറാണ്, ഒരേ ഒരു ഡോക്ടറാണ്, യേശു എന്റെ ഡോക്ടറാണ്, യേശു എന്റെ ഡോക്ടറാണ്, സൗഖ്യമാക്കും ഡോക്ടറാണ്, സൗഖ്യമാക്കും ഡോക്ടറാണ്. യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ ബാങ്കാണ്, യേശു എന്റെ ബലകാണ്, യേശു എന്റെ ബാങ്കാണ്, യേശു എന്റെ ബാങ്കാണ്, യേശു എന്റെ ബാങ്കാണ്.
യേശു എന്റെ സമ്പത്താണ്, യേശു എന്റെ സമ്പത്താണ്, യേശു എന്റെ സമ്പത്താണ്, യേശു എന്റെ സമ്പത്താണ്, യേശു എന്റെ ഉയർച്ചയാണ്, യേശു എന്റെ ഉയർച്ചയാണ്, യേശു എന്റെ ജയമാണ്, യേശു എന്റെ ജയമാണ്, ജയമുണ്ട് ജയമുണ്ട്, ജയമുണ്ട് ജയമുണ്ട്, യേശു വന്നാൽ ജയമുണ്ട്, യേശു വന്നാൽ ജയമുണ്ട്, യഹോവ നീസി, യഹോവ നിസ്സി, ജയത്തിന്റെ കോടി, ജയത്തിന്റെ കോടി, യഹോവ നീസി, ജയത്തിന്റെ കോടി, യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായ, ഞാൻ അവന്റെ പുത്രനാണ്, ഞാൻ അവന്റെ പുത്രനാണ്, യേശു എന്റെ രാജാവായാൽ, യേശു എന്റെ രാജാവായ, ഞാൻ അവന്റെ രാജാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് കൈകളെ ഉയർത്തി കർത്തരെ തുതിപ്പോ. ഈ പാട്ട് ഇഷ്ടപ്പെട്ടവർ കൈയടിച്ച് இந்த பாடல் புரிந்தது என்று சொல்கிறவர்கள் கையை தட்டி உற்சாகமா